എന്നാൽ അയാൾ വളരെ തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെട്ടു. 1987 സോൾട്ട് ലേക്ക് സിറ്റിക്ക് തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ സ്റ്റോർ. അതിനോട് ചേർന്നുള്ള പാർക്കിങ്ങിൽ ഒരാൾ നിന്ന് പരുങ്ങുന്നത് കണ്ടാണ് ബോണി മർഫി പുറത്തേക്ക് നോക്കുമ്പോൾ ഒരാൾ എന്തോ മരക്കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയ ബോർഡ് പോലെന്ന ഒരു കാറിൻ്റെ പിന്നിലായി, എന്നാൽ ആരും തന്നെ കാണാൻ പാകത്തിൽ വെക്കുകയാണ്. എന്താണ് അയാൾ ചെയ്യുന്നതെന്നറിയാതെ അയാളെ തന്നെ നോക്കി നിന്ന മർഫി ഒരു നിമിഷം കണ്ണൊന്ന് ചിമ്മി തുറന്നതും ആ കാറിന് പുറകിലായി നിലയുറപ്പിച്ച വെളുത്ത ഹുഡിക്കുള്ളിൽ നിന്നുള്ള കറുത്ത ഏവിയേറ്റർ ഗ്ലാസിന് പിന്നിലെ 2 കണ്ണുകൾ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അയാൾ പിന്നെ അവിടെ നിന്നില്ല. തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയതും അയാൾ അവിടെ നിന്നും ഓടി മറഞ്ഞു. തൊട്ടു പിന്നാലെ ആ കാറിനടുത്തേക്ക് വന്ന തൻ്റെ പരിചയക്കാരൻ ഗാരി റൈറ്റിനെ അതിൽ തുടരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ പോലും ബോണി മർഫിക്കായില്ല. പൊടുന്നനെ ആ മരക്കഷ്ണങ്ങളുടെ കൂട്ടം പൊട്ടിത്തെറിച്ചു. ഗാരിക്ക് സാരമായ പരിക്കുകൾ വരുത്തിക്കൊണ്ടു തന്നെ. എന്നാൽ വിധി ആ സൈക്കോപാത്തിനെതിരായിരുന്നു. അയാളെ ഒരാൾ കണ്ടിരിക്കുന്നു, ബോണി മർഫി എന്ന ഐ വിറ്റ്നസ്. അതാകട്ടെ പിന്നീട് വിഖ്യാതമായ ആ രേഖാചിത്രം ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്തു. ബോണി മർഫി കണ്ടത് ആ സീരിയൽ ബോംബറെ തന്നെയോ? വർഷങ്ങളായ അയാളെ അന്വേഷിക്കുന്ന FBI-ക്ക് ആ രേഖാചിത്രം തുണയാവുമോ? ആ കൊലയാളി പിടിക്കപ്പെടുമോ? മുഴുവൻ കഥയും AI ദൃശ്യമികവിൽ കണ്ടറിയാം റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.